അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചന്ദ്രനെ സെലസ്ട്രോണിൻ്റെ എൻ്റെ കയ്യിലുള്ള സെലസ്ട്രോൺ ടെലസ്കോപ്പ് കൊണ്ട് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ ചന്ദ്രന് നേരെ ഇത് സ്പോട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഐ പി എസ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ ലെൻസുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ലെൻസുകൾ 20 mm ഒരു ലെൻസ്, 10 mm ഒരു ലെൻസ്, പിന്നെ 2x ഒരു ബാറിലോ, പിന്നെ ഒരു മൂൺ ഫിൽറ്റർ ഉണ്ട്, പിന്നെ 6 mm ഒരു ലെൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയത് 20 mm ആ ഒരു ലെൻസിലൂടെയാണ്. അപ്പോൾ ഞാനിവിടെ 10 mm ലെൻസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോണിലേക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മൂൺ ഫിൽറ്ററും ഇതിൻ്റെ കൂടെ ഇടാം. ഞാൻ മൂൺ ഫിൽറ്റർ വെക്കാതെ വീഡിയോ എടുത്ത് നോക്കി, പക്ഷേ അതിൽ ചന്ദ്രനിൽ നിന്ന് ഭയങ്കര വെളിച്ചം വന്നുണ്ട്, ഒന്നും കാണാൻ പറ്റണില്ല. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂൺ ഫിൽറ്റർ ഇട്ടിട്ടുള്ള വീഡിയോയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ചത് 20 mm ലെൻസാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, 10 mm. കഴിഞ്ഞ തവണത്തേതിനെക്കാട്ടിലും ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ നമുക്ക് നന്നായി കിട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ മേഘങ്ങൾ നമ്മളെ പിന്നെയും ചതിച്ചു. ഇവിടെ ഇപ്പോൾ ആകെ മൊത്തം മേഘമാണ്. ഞാൻ കൈ ചൂണ്ടുന്ന ഭാഗത്തായിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ചന്ദ്രൻ്റെ 2 ഫോട്ടോ കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കയ്യിലുള്ള മറ്റ് ലെൻസുകൾ ഉപയോഗിച്ച് ചന്ദ്രനെ നോക്കാം.